അടിയന്തരാവസ്ഥ തുടങ്ങുന്ന സമയത്ത് പരമേശ്വരിക്ക് സുഖമില്ലായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ സമയത്ത് പരമേശ്വരിക്ക് നിർബന്ധമാണ് സത്യാഗ്രഹം ചെയ്ത് ജയിലിൽ പോകണമെന്ന്. അപ്പോൾ ഈ പ്രഷർ കൊണ്ട് പുറത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോവുകയാണ്, പിന്നെ സ്വസ്ഥത ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനം നടന്നാണ് ബാക്കി സ്ഥലത്ത്. തീരെ മർദ്ദനം നടക്കാത്ത സ്ഥലം പാലക്കാടാണ്. അവിടുത്തെ പാലക്കാട്ടിലെ പോലീസ് ഓഫീസർ, അദ്ദേഹം പോലീസ് കൊടുത്ത നിർദ്ദേശം, ഈ സത്യാഗ്രഹം ചെയ്യുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക, കോടതി പിന്നെ കാര്യം ചെയ്യട്ടെ. അതുകൊണ്ട് പരമേശ്വരജിയെ നമ്മുടെ അധികാരികൾ നിശ്ചയിച്ചത് പാലക്കാട് സത്യാഗ്രഹത്തിന് അയക്കാനാണ്. സത്യാഗ്രഹത്തിന് പോയി പരമേശ്വരി ജയിലിൽ പോയി. അതോടുകൂടി പരമേശ്വരജിയുടെ പ്രശ്നം മാറി. അങ്ങനെ പരമേശ്വരജിയുടെ പ്രകൃതം. പിന്നെ അദ്ദേഹത്തെ അത് കഴിഞ്ഞ ശേഷം ഡൽഹി ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി. ആ സമയത്തും കേരളത്തിലെ ഈ വൈചാരിക രംഗത്തുള്ളൊരു ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് താങ്കടിച്ചയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ വിചാരം തുടങ്ങി.